Hi, hello, namaskaram. Welcome to the SEO module of the Digital Marketing Masterclass. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് SEO, എന്തിനാണ് SEO, SEOന്റെ ആവശ്യം എന്താണ്, അതുപോലെ തന്നെ SEO എന്ന് പറയുന്നത് നമുക്കൊരു ജോലി സാധ്യതയെ കുറിച്ച് സംസാരിക്കുമ്പോൾ SEOന്റെ പ്രാധാന്യം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും SEOന്റെ ഒരു ബേസിക്സും മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് പോലെ നമ്മൾ SEOനെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്റർ ക്ലാസ്സിന്റെ രണ്ടാമത്തെ മൊഡ്യൂളാണ്. അപ്പൊ ആദ്യത്തെ 2 വീഡിയോസ് കാണാത്തവര് തീർച്ചയായിട്ടും ചാനലിൽ കയറിയിട്ട് അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന പ്ലേലിസ്റ്റും ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം. SEO എന്ന് പറയുന്നത് എന്താണ് എന്നൊന്ന് ഡിഫൈൻ ചെയ്യേണ്ടതിരിക്കുന്നു. നമ്മളിത് വളരെ ബ്രീഫായിട്ട് ഇതിന് മുൻപത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഒരു വെബ്സൈറ്റിനെ സംബന്ധിച്ച് ഒരു കമ്പനിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാവും. ഈ വെബ്സൈറ്റ് ത്രൂ ട്രാഫിക് വരും, അതുപോലെ തന്നെ വെബ്സൈറ്റ് ത്രൂ ബിസിനസ്സും വരും. ഈ ബിസിനസ്സിനെ നമുക്ക് അല്ലെങ്കിൽ ഇതിന്റെ ട്രാഫിക്, അതായത് വെബ്സൈറ്റിലേക്ക് വരുന്ന ട്രാഫിക്കിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. ഒന്നാണ് SEO, രണ്ടാണ് SEM എന്ന് പറയും, അല്ലെങ്കിൽ SEM. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ വെറും ഒരു അക്ഷരത്തിന്റെ വ്യത്യാസമുള്ളൂ, MO. പക്ഷെ ഇത് കൊണ്ടുവരുന്ന ബിസിനസ്സിന് വളരെയധികം വ്യത്യാസമുണ്ട്. SEM എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ആഡ് ആണ്, ഗൂഗിൾ ആഡ് ആണ് ലാർജ്ലി നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഗൂഗിൾ ആഡ്സ് എങ്ങനെ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു നമ്മൾ ആലോചിക്കുന്നുണ്ടാവും അല്ലെ. ഗൂഗിൾ ആഡ്സ് എന്ന് പറയുമ്പോൾ അത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് ഗൂഗിളിൽ നമ്മൾ പല കീവേഡ്സിനും വേണ്ടിയിട്ട് നമ്മൾ ബെറ്റ് ചെയ്തിട്ട് അതിന്റെ ബിഡ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് വരും. ചിലപ്പോൾ ഒരു കോൺടാക്ട് ഫോം ആയിരിക്കാം, എന്ത് ഫോർമാറ്റിൽ വേണമെങ്കിലുള്ള ആഡ്സും ചെയ്യാം. പക്ഷെ ലാർജ്ലി ഇതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ? ദ ബിഗസ്റ്റ് പ്രോബ്ലം ഇസ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. അറ്റ്ലീസ്റ്റ് ഒരു 1 lakh ഒക്കെ നമ്മൾ മിനിമം സ്പെൻഡ് ആലോചിക്കാതെ നമുക്ക് നല്ലൊരു റിസൾട്ട് ഓറിയന്റേഷനിൽ നമുക്ക് ഇവിടെ ഒരു ROI ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നമുക്ക് ആഡ്സ് റൺ ചെയ്യാൻ സാധിക്കില്ല. അവിടെയാണ് SEO, അതായത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിൽ നിന്ന് SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഡിഫറെന്റ് ആവുന്നത്. മേ ബി നിങ്ങൾ ഒരു SEO അനലിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്ന അറൗണ്ട് ഒരു 7,000 to 10,000 ആയിരിക്കും. ഞാൻ ഇന്നത്തെ ഒരു മാർക്കറ്റ് വാല്യൂ വെച്ചിട്ടാണ് പറയുന്നത്. 5 മുതൽ 10 വരെ വാങ്ങിക്കാം, ഡിപ്പെൻഡിങ് ഓൺ നിങ്ങളുടെ ഒരു സ്കില്ലിൽ എക്സ്പെർട്ടൈസിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. അപ്പം നിങ്ങൾ കൊടുക്കുന്ന സർവീസ് ബാക്ക് ലിങ്ക് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഒരു എമൗണ്ട് ഗസ് ചെയ്തത്. എനിവേ നമ്മളൊരു 10,000 കൂട്ടാം. മേ ബി ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇതിനെ ഫസ്റ്റ് പേജിലേക്ക് റാങ്ക് ചെയ്യിക്കാൻ സാധിച്ചാൽ അവർക്ക് സ്പെൻഡ് ആവുന്ന എമൗണ്ട് 1 lakh ആണ്. ഈ 1 lakh കൊണ്ട് ഇവര് ആസ് എ ഫസ്റ്റ് പേജിൽ തന്നെ അവർക്ക് ഒരു ദിവസം ഒരു 200 പേര് സെർച്ച് ചെയ്യുന്ന ഒരു വേർഡ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആണെന്ന് കരുതുക. ഈ പ്രൊഡക്റ്റിന് നമ്മൾ ഫസ്റ്റ് പേജിലേക്ക് റാങ്ക് ചെയ്താൽ അറ്റ്ലീസ്റ്റ് അവരുടെ വെബ്സൈറ്റിൽ ഒരു 100 പേരെങ്കിലും വിസിറ്റ് ചെയ്യും. ഈ 100 പേര് പിന്നീട് കൺസിസ്റ്റന്റ് ആയിട്ടും ക്രെഡിബിൾ ആയിട്ടും വിസിറ്റ് ചെയ്താൽ ഗൂഗിൾ തന്നെ ഇത് പതുക്കെ റാങ്ക് ചെയ്തതിന് മുകളിൽ കൊണ്ടുവന്ന് വെക്കുകയും അങ്ങനെ നിങ്ങൾക്ക് ഓർഗാനിക്കലി തന്നെ ബിസിനസ് വരാൻ തുടങ്ങും. ഒരു ബിസിനസിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും സസ്റ്റൈനബിൾ വഴി എന്ന് പറയുന്നത് അവർക്ക് ഓർഗാനിക് ആയിട്ട് ട്രാഫിക് ഉണ്ടാവുമ്പോഴും ഓർഗാനിക് ആയിട്ട് റീച്ച് ഉണ്ടാവുമ്പോഴാണ്. അത് ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല വഴി ഒരു വെബ്സൈറ്റിനെ സംബന്ധിച്ച്, ഒരു വെബ്സൈറ്റ് ഉണ്ടാവുമ്പോൾ അതിന് ഏറ്റവും സിമ്പിളും നല്ലതുമായിട്ടുള്ള വഴി എന്ന് പറയുന്നതാണ് SEO. ഇതുകൊണ്ടാണ് SEO ഡെഫിനറ്റ്ലി വളരെയധികം ആവശ്യകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് മാത്രം ആദ്യം വരുന്നത്, എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് വരാതിരിക്കുന്നത്? അപ്പോൾ ഇതാണ് SEOന്റെ പ്രത്യേകതയും ഇതാണ് നിങ്ങൾ SEOക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കാനും പോകുന്നത്. ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് അന്വേഷിക്കുകയാണെന്ന് കരുതുക. നിങ്ങൾ കോഴ്സ് അന്വേഷിക്കുന്നു, ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കേരള എന്ന് സെർച്ച് ചെയ്യുന്നു. ഇന്നത്തെ കണക്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കീവേഡ് റാങ്ക് ആണ്. ഐ തിങ്ക് CD എന്തോ ആണ് ഇപ്പൊ കറന്റ്ലി അതിന്റെ ടോപ്പ് റാങ്കിൽ നിൽക്കുന്നതെന്നാണ്. എന്തുകൊണ്ടാണ് ഈ റിസൾട്ട് നിങ്ങളെ കാണിക്കുന്നത് എന്നറിയാമോ? ശരിക്കും പറഞ്ഞാൽ ഈ ഗൂഗിളിന് എന്താണ് ഈ സൈറ്റിലുള്ളത്, അത് റെലവെന്റ് ആയിട്ടുള്ള ഒരു സെർച്ച് ആണോ എന്നുള്ളത് അവരുടെ ഒരു ആൽഗോരിതം വെച്ചിട്ടാണ് അവർക്ക് മനസ്സിലാവുന്നത്. ഇത് ഒരു ലൈബ്രറി പോലെയാണെന്ന് വിചാരിക്കുക. അതിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആ ഒരുപാട് പുസ്തകങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിലുള്ള ഒരു പുസ്തകമായിരിക്കും, പക്ഷെ നമുക്ക് അതിന്റെ പേര് അറിയില്ല എന്ന് വിചാരിക്കും. പക്ഷെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു പുസ്തകത്തിന്റെ പേര് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ആ ഏരിയയിലുള്ള വേറൊരു പുസ്തകം നമ്മൾ വലിച്ചെടുത്ത് തുറന്നു നോക്കുമ്പോൾ നമ്മൾ നോക്കി പോകുന്ന സമയത്ത് മറ്റേ ബുക്കിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നത്, അതിന്റെ പേര് കിട്ടി, നമ്മൾ ഇത് അടച്ച് തിരിച്ചേറ്റി വയ്ക്കുന്നു, മറ്റേ ബുക്ക് എടുക്കുന്നു, നമ്മൾ വീട്ടിൽ പോകുന്നു. അതുപോലെ തന്നെയാണ് സെർച്ച് കൺസോൾ വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ആള് നിങ്ങളുടെ വെബ്സൈറ്റ്
വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നു, ആ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് അയാൾ തിരിച്ചു പോയിട്ട് അയാൾ വേറൊരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നു, അതിന് തിരിച്ചു പോയിട്ട് അയാൾ വേറൊരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം റിലേറ്റ് ചെയ്തെടുക്കുന്നതാണെന്ന് നിങ്ങളുടെ ആൽഗോരിതത്തിന് മനസ്സിലാക്കിയിട്ടാണ് അവർ നിങ്ങൾക്ക് ഓരോ സൈറ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് SEO എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി SEO എന്ന് പറയുന്നത് വളരെ ഓർഗാനിക് ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് നല്ലൊരു ട്രാഫിക് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് വരുത്തുന്നു മനസ്സിലായി. എങ്ങനെയാണ് സെർച്ച് കൺസോൾ വർക്ക് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. SEO എന്ന് പറയുന്ന ഒരു ഇതിന്റെ ജോലി സാധ്യതയെ കുറിച്ചുകൂടി പറയാം. ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറഞ്ഞിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന 99% ഓഫ് ആളുകളും SEOയിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്നൊന്നുമില്ല. പക്ഷെ SEO അനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ തന്നെ ഒരുപാട് കമ്പനീസ് ഹയർ ചെയ്യുന്നത് ഒരു പൊസിഷനാണ്. അതായത് ഡിജിറ്റൽ മാർക്കറ്റർ ലാർജ്ലി ആഡ് റൺ ചെയ്യുന്നതിൽ വളരെ കപ്പാസിറ്റി ഉള്ള ഒരാളായിരിക്കും. SEO ഇതിന്റെ കൂടെ വരുന്ന ഒരു ഏരിയ ആണെങ്കിലും SEOക്ക് സ്പെഷ്യലൈസ് ആയിട്ട് പഠിക്കുകയും SEOയിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ആഡ്സിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. എസ്പെഷ്യലി മെറ്റ ആൻഡ് ഗൂഗിൾ ആഡ്സിലാണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ എക്സ്പെർട്ടൈസ് കൂടുതൽ ആ ഏരിയയിലാണ്. പക്ഷെ നിങ്ങളെ പഠിപ്പിക്കാനും മാത്രമല്ല എൻ്റെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലായിട്ട് SEO പഠിക്കാൻ തുടങ്ങിയത്. പക്ഷെ സ്റ്റിൽ ഞാൻ SEOയിൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ലേണറും അല്ല. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ SEO അനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങളെ ഹയർ ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾക്ക് SEO മാത്രം ചെയ്താൽ മതി. SEO എന്ന് പറയുന്നത് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണ്. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നോക്കാം. SEO അതുകൊണ്ട് തന്നെ വളരെയധികം ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഓൾമോസ്റ്റ് $800 മില്യൺ ഒരു ഇൻഡസ്ട്രിയാണ് SEO എന്ന് പറയുന്ന ഇൻഡസ്ട്രി. അതിൽ തന്നെ SEO ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സിസ്റ്റംസ് നമുക്ക് ഇന്ന് ലോകത്തിൽ അവൈലബിൾ ആണ്. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിസ്റ്റംസ് എന്ന് പറയുന്നത് HRFs ഉണ്ട്, SEMrush എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്, റാങ്ക് മാത്ത് ഉണ്ട്, OxyRush എന്ന് പറയുന്ന ഇതുണ്ട്. അങ്ങനെ ഒരുപാട്. നീൽ പട്ടേൽ എന്ന് പറയുന്ന ഒരു ആളും SEO റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് സെല് ചെയ്യുന്ന ആളുകളാണ്. സോ അവിടെ സോഫ്റ്റ്വെയർസ് സെല് ചെയ്യുന്നുണ്ട്, അത് വാങ്ങിക്കുന്ന ആളുകളുണ്ട്, ഇതല്ലാതെ ഓട്ടോമേറ്റ് ചെയ്യുന്നതുണ്ട്, ഇതല്ലാതെ AI വെച്ചിട്ട് SEO ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ ഒരു പരിധി വരെ മാനുവൽ ലേബറിനെയും കൂടി അധിഷ്ഠിതപ്പെടുത്തി നിൽക്കുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റർ ആവാൻ താല്പര്യമില്ല, അങ്ങനെ എനിക്ക് ആഡ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് SEOയിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് SEO സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു സാലറി പാക്കേജിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. ഒരുപാട് പ്രോമിനന്റ് ആയിട്ടുള്ള IT കമ്പനീസിൽ അടക്കം വേക്കൻസീസ് വരുന്ന ഒരു ജോലി ഓപ്ഷനും കൂടിയാണ്. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ SEOന്റെ ടെർമിനോളജിസ്റ്റ്, നമ്മൾ ഒരുപാട് ടെർമിനോളജീസ് SEOയിൽ വരുന്നുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കാം.